പാറോളിയാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോ ബോറടിക്കുന്നില്ലടാ നിനക്ക്? എനിക്കില്ല. എന്നാ എനിക്ക് ബോറടിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ ജോലിക്ക് പോകാത്തോണ്ട. ഞാൻ ലീവിന് വന്നല്ലോടാ ചക്കരേ. എന്താടാ അളിയന് കോഫി വേണോ? അളിയ കോഫി വേണമെന്നില്ലടാ. എന്നാലും കിട്ടിയ ഒരെണ്ണം കുടിക്കാം അല്ലേ? കിട്ടിയാൽ ആവാം. ചേച്ചി കോഫി. ഹായ് ചേച്ചി. ഹായ് കോഫി. കോഫി ചേച്ചി. ഏട്ടായി കോഫി. ഇതെന്താ ഇൻസ്റ്റന്റ് കോഫിയാ? അല്ല ഏട്ടാ കോഫി. എന്താ ഇപ്പൊ വിളിച്ചേ? അളിയ ഈ അളിയ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? എന്തായിരുന്നു പരിപാടി? അല്ല ഞങ്ങളൊരു ബോറടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോ സിദ്ധൂസിന് ബോറടിക്കാനാ? അല്ല ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോ സിദ്ധൂസിന് ബോറടിക്കുന്നുണ്ടോന്ന്? നിങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ബോറടിക്കുന്നില്ല, അതല്ല. എന്തോ വിളിച്ചേ? അതെന്തെങ്കിലും ആവട്ടെ, എന്ത് വേണമെങ്കിലും വിളിക്കാമല്ലോ. പക്ഷെ അളിയ ബോറടിക്കുന്നുണ്ടെങ്കിൽ പുറത്തു പോണം, അർമാദിക്കണം, ഉല്ലാസിക്കണം. അതാണ് എന്റെ ഒരു കാര്യം. അതെ അതെ, നല്ലൊരു കാര്യം. നമുക്കൊരു ട്രിപ്പ് പിടിച്ചാലോ? പ്ലാൻ ചെയ്യാം. ഒരു കാര്യം ചെയ്, സിദ്ധുമോൻ അങ്ങോട്ട് പ്ലാൻ ചെയ്. നമുക്ക് കുറച്ച് ദിവസമൊക്കെ പോയി ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം. അടിപൊളിയായിരിക്കില്ലേ? എന്താ വിളിച്ചേ? അതിപ്പോ നമുക്ക് പ്ലാൻ ചെയ്യാം. അളിയൻ പ്ലാൻ ചെയ്യാം. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെയാണല്ലേ നമുക്ക് കണ്ണൂർ പിടിക്കാം. അവിടെ ഇപ്പൊ തെയ്യത്തിന്റെ സീസൺ തുടങ്ങിയിട്ടുണ്ടല്ലോ. തെയ്യം കാണാൻ ഒരു മൂഡ്. ഏട്ടൻ പ്ലാൻ ചെയ്തോ ഏട്ടാ? ഏട്ടന്റെ പ്ലാനിങ് ഒക്കെ അടിപൊളിയല്ലേ? നമ്മുടെ ഈ അളിയ ചീറ്റി പോയി. നമ്മൾ അന്ന് മറ്റേ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തില്ലേ? അവിടെ കണ്ണൂര് പോയി തെയ്യം കാണാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ പ്ലാൻ ചീറ്റി പോയി. അതെ, പ്ലാൻ ചെയ്യേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടാത്ത ആൾക്കാർ പ്ലാൻ ചെയ്യപ്പോ ഉള്ളപ്പോ കുഴപ്പാ. മനസ്സിലായി, അതും ചീറ്റി പോയി. അതും ചീറ്റിയോ? അതെ, ഇനി വിളിക്കാൻ പേരൊന്നും ഇല്ല കേട്ടോ. കറല ഒന്ന് ട്രൈ ചെയ്തോക്കിയാലോ? കറല കുത്തു 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 മൊണ്ട അടിച്ചാൽ കുറിഞ്ഞു ചേച്ചി. മറ്റേ വിളി സിദ്ധേക്കും സിദ്ധേക്കും. സിദ്ധ്, അപ്പൊ നമ്മൾ എന്ന് പോവാനാ പ്ലാൻ ചെയ്യുന്നേ? സിദ്ധ അതാരാ? അത് സിദ്ധു തന്നെ. അതൊന്നുമില്ല, കോഫി കുടിക്കുക, ഇപ്പൊ വരാം. പ്ലാൻ ചെയ്തെല്ലാം പിന്നെ 8 നില പൊട്ടിയ ഓടൂല്ലേ? എന്തോന്നു? അളിയത് പണ്ട് തൊട്ടേ നമ്മുടെ കുടുംബത്തിനുള്ളൊരു ശാപമാണ് അളിയത്. ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ജന്മം ചെയ്തത് നടക്കൂല. അങ്ങനെയാണ്. എന്നാലേ ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്യാം. നമുക്ക് നോക്കാം. അളിയൻ എവിടാ പോണ്ടെന്ന് പ്ലാൻ ചെയ്യും. ഞാൻ അളിയന്റെ കൂടെ തന്നെ. അളിയൻ കോഫി കുടി. കോഫി വേണോ? വേണ്ട, ഏട്ടായി കൊണ്ട് തന്നല്ലേ കുടിയാളിയാ. ഇനിയിപ്പോ എന്തൊരു പേര് വിളിപ്പിക്കും? പ്ലാനൊക്കെ പൊളിഞ്ഞു പോയി അല്ലേ? ഉള്ളത് പറയാലോ, ചേച്ചി ഓരോ പേര് വിളിക്കുമ്പോഴും അളിയന്റെ മുഖത്തൊരു മ്ലാനതയായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ മ്ലാനത കാണാതിരിക്കും? ഇടി എപ്പം നോക്കിയാലും ഏട്ടാ പോടാ എടാ സിദ്ധു എന്ന് വിളിച്ചോണ്ടിരുന്ന ആള് ടക്കന വന്നിട്ട് സിദ്ധു ഏട്ടാ ഏട്ടായി കോഫി. അത് ഭയങ്കര കൂറായി പോയി കേട്ടാ. ഏട്ടായി കോഫി എന്തുവായിരുന്നത്? എടാ നിങ്ങളെല്ലാം ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ചേ. പറയൂ. ഓഹോ, രണ്ടും കൂടെ ചേച്ചിക്ക് വെക്കുവായിരുന്നല്ലേ? ചെറുതായിട്ട് ചേച്ചി കുറ്റം പറയാൻ പറ്റില്ലായിരുന്നല്ലേ? ചേച്ചി ഓരോ തവണ വിളിച്ചപ്പോഴും സൂപ്പറായിരുന്നു കേട്ടോ. ചെറുക്കന്റെ വായന കേൾക്കരുത്. മര്യാദ ഒരു കയ്യകലത്തിൽ നിന്ന് മാറുന്നു, അല്ലെങ്കിൽ കിട്ടും രണ്ടിനും. ഓ ആ വിളി കേട്ടാ ചേച്ചി ഉത്തരം പറ, ഞാനിവിടെ ഉണ്ട് എന്ന് പറ. ഞാനിവിടെ ഉണ്ട്. ഒരുമാതിരി അളിയൻ
ഞാൻ വിളിച്ച ആ ഒരു സ്നേഹം കണ്ടായിരുന്നു. ചേച്ചി എന്തിനാണ് ഇപ്പൊ ഒരുമാതിരി മാടി വെക്കും പോലെ ഞാൻ ഇവിടെ ഉണ്ട് ചോളെ എന്നൊക്കെ വിളിക്കുമ്പോ എങ്ങനെ ചേച്ചി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണത്? ആ ഞാൻ പറ അളിയാ അളിയന്റെ ലച്ചൂസ് ഇവിടെ ഉണ്ട്. ലച്ചൂസ് ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താ സിദ്ധു വിളിച്ചേ? ഭാര്യയും ഭർത്താവോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ കാര്യം? കയറി പോയേ. ഹലോ, ഇവിടെ ആദ്യം നമ്മളാണ് സംസാരിച്ചോണ്ടിരുന്നത്, എന്നിട്ടാണ് വന്നത് അളിയൻ കേട്ടോ. ലച്ചു അവരെന്നോട്ട് അവർ നിൽക്കുന്നതിന് എന്താ കുഴപ്പം? അല്ല സിദ്ധു എന്തിനാ വിളിച്ചേന്ന് പറഞ്ഞില്ല? ഒന്നുമില്ല, ചുമ്മാ വിളിച്ചെന്നുള്ളോ, കാണാൻ തോന്നിയെന്ന് വിളിച്ചു. അയ്യോ കണ്ട അളിയാ, അളിയന്റെ ആ സ്നേഹം ഉണ്ടല്ലോ അളിയാ, അതിന്റെ മുമ്പിൽ ക്യാരി ഓൺ പോവാ. സംസാരിക്കാന്നും പ്രത്യേകിച്ച് ഇല്ലെന്ന്. ചേച്ചി സംസാരിക്കാ. എന്താല്ലേ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ. അതെ, സിദ്ധുവിന് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എനിക്ക് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. എന്താ? നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, ലച്ചൂസ് എന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചില്ലേ എന്നെ? എനിക്ക് ക്ലിയർ ആയില്ല. നീ എന്തൊക്കെയോ വേറൊരാളെ പോലെ പെരുമാറുന്നു, സംസാരിക്കുന്നു, എന്തായിരുന്നത്? ഇല്ലല്ലോ, ഞാൻ സാധാരണ ബിഹേവ് ചെയ്യണ പോലെയല്ലേ ബിഹേവ്. അല്ല, നീ എന്നെ എന്തൊക്കെയോ പേരുകൾ വിളിച്ചു. എന്തൊക്കെയോ. ഇല്ല, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചേ. സിദ്ധുന്ന് വിളിച്ചില്ല. നീ സിദ്ധു നീ വിളിച്ചില്ല, വേറെന്തൊക്കെയാ വിളിച്ചേ? സിദ്ധു എന്നൊക്കെ വിളിച്ചു. ഇല്ല സിദ്ധു, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചത്. ഉറപ്പാ? ആ ഉറപ്പാ. കൂടുതൽ ആലോചിക്കുന്നത് വേണ്ട, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചേ. ആ ഓക്കെ. എങ്ങോട്ടാ? ഇപ്പൊ വരാം. എന്താ ലച്ചൂസ്? ഒന്നുമില്ല. സിദ്ധുവേ, സിദ്ധുടാ ആ ബാ, ചോറെടുത്ത് വെച്ചേക്കുന്ന. വരുന്നു. വെച്ചു, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സിദ്ധുവിനെ എടാ പോടാന്ന് വിളിക്കരുതെന്ന്? എന്റെ കെട്ടിയോനെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിക്കും. അമ്മൂമ്മയ്ക്ക് എന്താ? അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ വിളിക്കും. എന്താ മൂമ്മ? എടാ സിദ്ധുവിനെ എടാ പോടാന്നാടാ വിളിക്കുന്നത് ഇപ്പോഴും. ചേച്ചിയല്ലേ, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും വിളിക്കില്ല, അങ്ങനെയൊന്നും വിളിക്കില്ലെന്ന്. എന്താന്ന് ചേച്ചി നമ്മൾ ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയൂ? അയാളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിലൂടെയാണ് ഒരാളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഉമ്മ എന്താണ് അളിയാ സ്നേഹത്തിനെ പറ്റിയൊക്കെ ഒരു ടോക്ക്? അത് തന്നെ ഒന്നുമില്ലയാ. അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു, ലച്ചേച്ചി അളിയനെ ഇങ്ങനെ എടാ പോടാന്നൊന്നും വിളിക്കില്ലേ, പകരം ചേട്ടാന്നല്ലോ വിളിക്കണമെന്ന്. അമ്മൂമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ കൊള്ളാം, നല്ല ടോപ്പിക്. സത്യം പറഞ്ഞാലേ ലച്ചൂസ് എന്നെ സിദ്ധു ഏട്ടാന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ലച്ചൂസ് എന്നെ എടാ പോടാന്നൊക്കെ വിളിച്ച് ശീലിച്ചു പോയില്ലേ. അളിയാ ഒന്നുകൂടെ ലച്ചൂസ് വിളിക്കോ? ലച്ചൂസേ, എന്റെ അമ്മ എന്ത് സ്നേഹം അളിയാ വിളി കേൾക്കാനായിട്ട്. ഒരു രക്ഷയില്ല. അത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്, അറിയോ? ആ ചേച്ചി ഇപ്പൊ കണ്ട അളെ എന്തിനാണ് പറഞ്ഞത്? ഏട്ടാന്ന് വിളിക്കണ കേൾക്കാനാണ് ഇഷ്ടമെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ചേച്ചിക്ക് പുച്ഛല്ലായിരുന്നു. അളയൊന്ന് തിരിഞ്ഞു തിരിഞ്ഞിക്കളയാ. അപ്പോ അളയനെ ചേച്ചി ചേട്ടാന്ന് വിളിക്കും. അപ്പൊ അളയൻ തിരിഞ്ഞു പോടാണത്. കണ്ടാ അളയനെ പോടാന്ന് വിളിച്ച്. സിദ്ധു, ഞാൻ നിന്നെ അല്ലാട്ടാ പോടാന്ന് വിളിച്ചത്. അതാ അളിയനെ നിന്നേന്ന്. പോയാടുന്നു. ലച്ചൂസേ അമ്മമ്മ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഭർത്താവിന് ഭാര്യയുടെ പേര് വിളിക്കാൻ പറ്റുമോ? വിളിക്കാം. അപ്പൊ ഭാര്യക്ക് ഭർത്താവിന്റെ പേര് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാ ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അമ്മൂമ്മ ഇപ്പോഴും പഴഞ്ചയാണല്ലേ? കുറച്ച്. பாரு அப்படியெல்லாம் இல்ல பாரு, என்ன வேணா கூப்பிடலாம். ஆனா இந்த கணவன் மனைவிக்கு இடையில பாசம் ரெஸ்பெக்டும் மட்டும் இருந்தா போதும். അതാണ് പോയിന്റ് കേട്ടാ. അങ്ങനെ വേണം കാര്യങ്ങള്. അതെ സിദ്ധു, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഇനി തൊട്ട്
എന്നെ ലച്ചൂസേ എന്നൊന്നും വിളിക്കരുത്. ഒന്നില്ലെങ്കിൽ ലച്ചു എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് വിളിക്കാം. ഇപ്പൊ എന്താണ് അങ്ങനെയൊക്കെ തോന്നാനൊരു കാര്യം? ലച്ചൂസ് ഞാൻ ലച്ചൂസേ എന്ന് വിളിച്ച് ശീലിച്ചു പോയില്ലേ, ഇനിയിപ്പോ അതെങ്ങനെ മാറ്റാൻ പറ്റുക? സിദ്ധുവേട്ടന് ഞാൻ സിദ്ധുവേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ സിദ്ധുവേട്ടനെ ഇനി തൊട്ട് ഞാൻ സിദ്ധുവേട്ട എന്ന് വിളിച്ച് ശീലിച്ചോളാം. എങ്ങനെ ഏ എങ്ങനെ സിദ്ധുവേട്ടാന്ന്. അയ്യേ, എന്തോ കേട്ടിട്ട് എന്തോ ഭയങ്കര മടുപ്പ്. സിദ്ധു ഏട്ടാണ്. സിദ്ധുവേട്ടനാണല്ലോ അകത്ത് വെച്ച് പറഞ്ഞത് സിദ്ധുവേട്ടനെ സിദ്ധുവേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അയ്യടാ, അത് ഞാൻ അമ്മുമ്മ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അമ്മുമ്മേനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. സിദ്ധു ഏട്ട അയ്യേ എന്തോ പോലെ കേട്ടിട്ട്. സിദ്ധുവേട്ട എന്നാ പിന്നെ സിദ്ധുവേട്ടൻ പറ. സിദ്ധുവേട്ടനെ ഞാൻ എന്ത് പേരും പറഞ്ഞു വിളിക്കണം? ലച്ചൂസ് നേരത്തെ എന്നെ എങ്ങനെയാണോ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ എന്നെ വിളിച്ചത്. ലച്ചൂസ് കോൾ മീ ബൈ മൈ നെയിം. ഓക്കെ? അപ്പൊ ഞാൻ നിന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല? ഒരു കുഴപ്പമില്ല, എന്തുകൊണ്ടും വിളിച്ചു. അപ്പോ കേശുവും ശിവാനിയും അമ്മുമ്മയൊക്കെ പറഞ്ഞതോ? അവർക്കെന്താ പ്രശ്നം? അവരെന്റെ അടുത്ത് പറഞ്ഞു ഭർത്താവിനെ റെസ്പെക്റ്റോടെ സംസാരിക്കണം, വാടാ എടാ പോടാന്നൊന്നും വിളിക്കാൻ പാടില്ല. ലച്ചൂസേ, അവരൊക്കെ പ്രത്യേകിച്ച് അമ്മുമ്മയൊക്കെ പഴയ വൈബിലാടാ. നീ നിനക്ക് എന്നെ ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു, ഒരു സീനും ഇല്ല. ശരിയോ? ആടാ. ഫോൺ റിങ് ചെയ്യുന്നെടുക്ക്. ലച്ചൂസ് വിളിക്കുന്നു, എടുക്കട്ടെ? എടുക്ക. ഹലോ. ഹായ് സിദ്ധു. ഹായ് ലച്ചൂസ്. സിദ്ധു എന്തെടുക്ക? ഞാനേ എന്റെ ലച്ചൂസായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓ, ലച്ചൂസ് അവിടെ ഉണ്ടോ? ആ, ലച്ചൂസ് ഇവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴേ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായേനെ, അതെങ്ങനെയോ ഒരു വഴിതിരിഞ്ഞ ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ സിദ്ധു, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. ഞാൻ സിദ്ധുവിനെ ഈ എടാ വാടാ പോടാന്നൊക്കെ വിളിക്കുന്നതേ എനിക്ക് എന്റെ സിദ്ധുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതും കൊണ്ടാ. അതിലെന്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നട്ടെ. എനിക്ക് ലച്ചൂസിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല, സ്നേഹം മാത്രം. ശരിക്കും? എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ? പെട്ടെന്ന് വെച്ചു. ഞാനും കെട്ടി.